ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. അമേരിക്കൻ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ മിച്ചൽ ഡേവിഡ് ആൽബം എഴുതിയ ദ 5 പീപ്പിൾ യു മീറ്റ് ഇൻ ഹെവൻ എന്ന നോവലിൽ ഒരിടത്ത് പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്. ഓൾ പാരന്റ്സ് ഡാമേജ് ദെയർ ചിൽഡ്രൻ. പച്ചമലയാളത്തിൽ ഈ വാചകത്തെ വിവർത്തനം ചെയ്താൽ കുട്ടികൾ കെട്ടുപോകുന്നതിന് കാരണം രക്ഷിതാക്കളാണ് എന്നാണ്. ആൽബം തുടർന്നിങ്ങനെ എഴുതുന്നു: യൂത്ത് ലൈക്ക് പ്രിസ്റ്റീൻ ഗ്ലാസ് അബ്സോർബ്സ് ദ പ്രിൻസ് ഓഫ് ഇറ്റ്സ് ഹാൻഡ്ലേഴ്സ്. പ്രിസ്റ്റീൻ ഗ്ലാസ് എന്നാൽ അർത്ഥം ഒരു കളങ്കവും ബാധിച്ചിട്ടില്ലാത്ത, അത്രമേൽ ആദിമൂലമായത് എന്നാണ്. കുട്ടികൾ ഈ പറഞ്ഞവണ്ണം അകളങ്കിതമാണ്. അങ്ങനെയുള്ള ഗ്ലാസിനെ കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിലെ മുദ്രകൾ ആ ഗ്ലാസിൽ പതിയുന്നു. സം പേരൻസ് സ്മഡ്ജ്. ചില രക്ഷിതാക്കൾ അതിൽ കരിപിടിപ്പിക്കും, അല്ലെങ്കിൽ കലുഷമാക്കും. അതേഴ്സ് ക്രാക്ക്. വേറെ ചിലർ പൊട്ടിക്കും. എ ഫ്യൂ ഷാറ്റർ ചൈൽഡ്ഹുഡ്സ് കംപ്ലീറ്റ്ലി ഇൻ ടു ജാഗ്ഡ് ലിറ്റിൽ പീസസ് ബിയോണ്ട് റിപ്പയർ. ജാഗ് എന്ന വാക്കിന് മലയാള നാട്ടുഭാഷയിലൊരർത്ഥമുണ്ട്, കുതവെട്ടുക എന്നാണ്. ചില രക്ഷിതാക്കൾ ഇങ്ങനെ കുതവെട്ടും. അതുപോലെ വെട്ടിപ്പിളർന്ന് അഴിച്ചുപണിക്ക് പോലും യാതൊരു സാധ്യതയും ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ആദ്യ വാചകം ശ്രദ്ധേയമാകുന്നത്: ഓൾ പാരന്റ്സ് ഡാമേജ് ദെയർ ചിൽഡ്രൻ എന്ന്. മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 7ാം അധ്യായം രക്ഷിതാക്കളെ ഉദ്ദേശിച്ചുള്ളതാണ്. കുട്ടികളിലെ ലഹരി ഉപയോഗത്തിന്റെയും അവരിലെ അക്രമവാസനയുടെയും കാരണങ്ങളും പരിഹാരങ്ങളും തേടിയുള്ള ഈ പരമ്പരയിൽ മുതിർന്നവരായ നമ്മൾ മറന്നുകൂടാത്ത ചില പ്രായോഗിക പാഠങ്ങളെക്കുറിച്ചാണ്. തീർത്തും ഗതികെടുമ്പോൾ മാത്രമാണ് പല രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികൾ ഇത്തരം രാസലഹരി ഉപയോഗിക്കുന്നതായോ ഹിംസാത്മക സ്വഭാവം കാണിക്കുന്നതായോ മറ്റാരോടെങ്കിലും തുറന്നു പറയുന്നത്. അപ്പോഴേക്കും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാത്ത വിധം സ്ഥിതി ഗുരുതരമാവുകയും ചെയ്യും. എങ്കിലും മുമ്പത്തേക്കാൾ കുറേക്കൂടി ഗൗരവമായി ഈ പ്രശ്നത്തെ സമീപിക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പ്രസന്നകുമാർ രാഘവ് തന്റെ നേരനുഭവം പങ്കുവയ്ക്കുന്നു. നമ്മുടെ മുമ്പിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട കുട്ടികളെയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെയോ ഒക്കെ ചികിത്സക്കായി കൊണ്ടുവരുന്ന മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ പൊതുവെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനകത്ത് എപ്പോഴും അവര് കുറ്റം പറയാറുള്ളത് പിയർ ഗ്രൂപ്പിനെയാണ്. മോശപ്പെട്ട കൂട്ടുകെട്ട് കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട്, കൂട്ടുകാരുടെ ദൂഷിത വലയത്തിൽപ്പെട്ട് ഇങ്ങനെ ആയിപ്പോയി. കൂട്ടുകാരാണ് ഇതിനൊക്കെ കാരണം. ചീത്ത കൂട്ടുകെട്ടാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത്. സ്കൂൾ മോശമാണ്, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ മോശമാണ്, ജോലി സ്ഥലം മോശമാണ്. ഇങ്ങനെ പലവിധ കാരണങ്ങളാണ് അവര് മുന്നോട്ട് വെക്കാറുള്ളത്. ഇതുവരെ അതിന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ ഒരു രക്ഷിതാവ് പോലും നമ്മുടെയൊക്കെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ കാണുന്നതും ഈ ഒരു പാറ്റേൺ ആണ്. അതിന്റെ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ കൂട്ടുകാർ, വർക്ക് പ്ലേസിലെ സാഹചര്യങ്ങൾ, സ്കൂളിലെയോ കോളേജിലെയോ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഒക്കെ ഇയാളെ മയക്കുമരുന്നിന് അടിമയാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷേ എല്ലാറ്റിന്റെയും അടിസ്ഥാനം പലപ്പോഴും ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഓരോരുത്തരുടെയും കുടുംബങ്ങൾ തന്നെയാണ്. കുടുംബങ്ങളുടെ കെട്ടുറപ്പില്ലായ്മയിൽ നിന്നും, കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യങ്ങളിൽ നിന്നും ഒക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ കുടുംബത്തിനുള്ളിലെ വിദ്യാഭ്യാസത്തിന്റെ കുറവ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്കൂൾ അക്കാഡമിക് വിദ്യാഭ്യാസം എന്നല്ല ഉദ്ദേശിക്കുന്നത്, കുടുംബത്തിനകത്തെ വിദ്യാഭ്യാസ രീതികൾ, അതിലൊക്കെയുള്ള അപര്യാപ്തതകൾ കൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം പേരും ഇത്തരം നെഗറ്റീവ് സബ്സ്റ്റൻസസിന്റെ ഉപഭോക്താക്കളായിട്ട് മാറുന്നത്. അല്ലാണ്ട് പുറത്തു ചെന്ന് കൂട്ടുകെട്ടിൽപ്പെട്ട് അങ്ങനെ ആയിപ്പോകുന്ന ആൾക്കാരുടെ എണ്ണം ഇവർ പറയുന്ന അത്ര വലുതൊന്നുമല്ല. പ്രൈം റീസൺ എന്ന് പറയുന്നത് അവരവരുടെ കുടുംബങ്ങൾ തന്നെയാണ്. കുടുംബങ്ങൾ നന്നായാൽ തീർച്ചയായും ഈ ഒരു വിപത്തിന് ഒരു നല്ല അളവ് വരെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം. നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിന് ഇതിലെന്താണ് പങ്കെന്ന് നെറ്റി ചുളിക്കുന്ന കുറച്ച് രക്ഷിതാക്കളെങ്കിലും ഉണ്ടാവും. കുട്ടികൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ, പഠിപ്പിക്കുന്നില്ലേ, നല്ല ഭക്ഷണം കൊടുക്കുന്നില്ലേ? അങ്ങനെ കൊടുത്തതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും കണക്കുകൾ നിരത്തും. എന്നാൽ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റൽ മാത്രമാണോ പേരന്റിംഗ്?
വ്യത്യസ്ത കുടുംബ സാഹചര്യങ്ങളിലെ കുട്ടികൾ ലഹരിക്കടിപ്പെട്ടതിന്റെ മൂലകാരണം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഏതുതരം കുടുംബാവസ്ഥകളായാലും, കുടുംബത്തിന് ഏതുതരം അവസ്ഥകളിലായാലും ഇതൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോ സാമൂഹ്യമായും സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന കുടുംബങ്ങളാണെങ്കിലും ഇതിലെല്ലായിടത്തും ഇക്കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ പലതരം കേസുകൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത മാതാപിതാക്കൾ, വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് ആ കുടുംബത്തിൽ ചിലതരം ശൈഥില്യങ്ങൾ ഉണ്ടാകാമെന്നും അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നും പറയുന്നതിനൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മാതാപിതാക്കൾക്കിടയിലും ഇത്തരം പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാം. ഇതിലും രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകാം. അടുത്ത കാലത്ത് വന്നിട്ടുള്ള 2 കേസുകൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒന്ന്, തീരെ വിദ്യാഭ്യാസം കുറഞ്ഞ വളരെ കൂലിപ്പണി ചെയ്യുന്ന ഒരു പിതാവിന്റെയും മറ്റു പണികളൊന്നും ഇല്ലാത്തൊരു മാതാവിന്റെയും 4 മക്കളിലെ ഏറ്റവും ഇളയ മകൻ മയക്കുമരുന്നിന് അടിമയായി. 3 മക്കൾ, ആ മുകളിലത്തെ 3 മക്കളും മയക്കുമരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പലയിടത്തും ജോലികളും മറ്റു കാര്യങ്ങളും, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പോയിട്ടുണ്ട്. ഏറ്റവും ഇളയ കുട്ടിയാണ് മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളത്. വിദ്യാഭ്യാസം കുറവാണ്, മാത്രമല്ല പിതാവ് മദ്യപാനിയാണ്. ദിവസവും ബഹളവും മാത്രമല്ല, ഒരു അച്ചടക്കം തീരെ കുറഞ്ഞ അവസ്ഥയാണ് ആ കുടുംബത്തിനുള്ളത്. അങ്ങനെ ഈ സ്വസ്ഥത നഷ്ടപ്പെട്ടും വേണ്ടത്ര നല്ല തരത്തിലൊരു പാരന്റിങ്ങും ഇല്ലാതെ കുട്ടി വഴിതെറ്റിപ്പോവുകയാണ് ഉണ്ടായത്. അത് കുട്ടിയെ എത്തിച്ചത് മയക്കുമരുന്നിന്റെ ലോകത്തേക്കാണ്. അതേപോലെ തന്നെ അതേ സമയത്ത് വന്ന മറ്റൊരു കേസിൽ ഹൈസ്കൂൾ അധ്യാപകരായ ഒരു മാതാവിന്റെയും പിതാവിന്റെയും പുത്രൻ, ഏക മകൻ മയക്കുമരുന്നിന് അടിമയായി. അവിടെ വിദ്യാഭ്യാസത്തിന്റെ കുറവില്ല, സാമ്പത്തിക അവസ്ഥയ്ക്ക് മോശമില്ല. പക്ഷെ എന്താണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവിടെ അച്ചടക്കത്തിന്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നു. എല്ലാ പെർഫെക്ഷനിസ്റ്റുകളുടെ ഒരു ലോകത്ത് ജീവിക്കുന്നതിന്റെ അല്ലെങ്കിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ. അച്ഛനും അമ്മയും അധ്യാപകരായതുകൊണ്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല, അവർ കൃത്യമായി ചില വരകൾ വരയ്ക്കുകയും ആ വരയിലൂടെ മാത്രം കുട്ടിയെ സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവനിൽ അസാമാന്യമായ സമ്മർദ്ദം ഇങ്ങനെ ഏറി വന്നു. ഒരു തരത്തിലുള്ള ഒരു വെന്റിലേഷനും നടക്കാത്ത അവസരത്തിൽ അവൻ പിയർ ഗ്രൂപ്പിലേക്ക് അവന്റെ ഡിപ്പെൻഡൻസി മാറ്റുന്നു. പതിയെ അവനിലെ റിബൽ ഉണരുന്നുണ്ട്. അവൻ നിഷേധ സ്വഭാവങ്ങളിലേക്ക് പോകുന്നു. ഈ മയക്കുമരുന്നോ മദ്യമോ അങ്ങനെയുള്ള ഒരു ദുശീലങ്ങളും ഇല്ലാത്ത മാതാവിനെയും പിതാവിനെയും ഒക്കെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി അവൻ ഇതിന്റെ എല്ലാം ഉപഭോഗത്തിലേക്ക്, ഇതൊക്കെ ഉപയോഗിക്കുന്നതിലേക്ക്, ഇതിന്റെ അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇത് തന്നെ വ്യക്തമാക്കുന്നത് കുടുംബത്തിന്റെ ഈ നേരത്തെ പറഞ്ഞ ഭൗതികമായ അവസ്ഥകളൊന്നുമല്ല, അതിനകത്തെ ചില പ്രശ്നങ്ങളാണ്. കെട്ടുറപ്പില്ലായ്മ എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തെ സ്പ്രൗട്ട് ചെയ്യുന്ന ഒരു ഘടകം എന്നുള്ളത്. ഇനി വേണം ആദ്യം പറഞ്ഞ ഉദ്ധരണി ഒന്നുകൂടി ശ്രദ്ധയോടെ കേൾക്കാൻ. ഓൾ പേരൻസ് ഡാമേജ് ദെയർ ചിൽഡ്രൻ. കുട്ടികൾ കെട്ടുപോകുന്നതിന് കാരണം രക്ഷിതാക്കളാണ്. അകളങ്കിതമായ സ്ഫടിക കോപ്പ പോലെയാണ് കുട്ടികൾ. അത് കൈകാര്യം ചെയ്യുന്നവരുടെ കൈകളിലെ അഴുക്ക് ആ സ്ഫടിക കോപ്പയിൽ മുദ്രണം ചെയ്യും. ചിലരതിൽ കരിപിടിപ്പിക്കും, ചിലരത് പൊട്ടിക്കും, മറ്റു ചിലർ കുതവെട്ടും അതുപോലെ കഷ്ണങ്ങളാക്കി അഴിച്ചുപണിക്ക് പോലും സാധ്യതയില്ലാത്ത വിധമാക്കും. അതാണോ വേണ്ടത് എന്ന് ചിന്തിക്കുക. 1920 W. ലിവിങ്സ്റ്റൺ എഴുതിയ ഒരു കഥയുണ്ട്. ഒരു കത്തിന്റെ രൂപത്തിലാണത്. ഫാദർ ഫർഗറ്റ്സ് എന്നാണ് അതിന്റെ പേര്. അത് കുറച്ചു പറയാം. ഒരുപക്ഷെ അന്നത്തെ പ്രയോഗങ്ങൾ പലതും ഇന്ന് പഴഞ്ചനായി തോന്നാമെങ്കിലും ഇന്നും പ്രസക്തമാണ്. ലിസൺ മൈ സൺ, ഞാനിത് പറയുന്നത് നീ ഉറങ്ങിക്കിടക്കുമ്പോഴാണ്. കുറച്ച് നിമിഷം മുമ്പ് ഞാൻ നിന്റെ മുറിയിലേക്ക് കള്ളനെ പോലെ പതുങ്ങി വന്നു. നിന്റെ നെറ്റിയിൽ വീണുകിടക്കുന്ന മുടിയിഴകളെ നോക്കി. ഗാഠനിദ്രയിലായ നിന്നെ നോക്കി ഞാൻ നിൽക്കുകയാണ്. പശ്ചാത്താപത്തോടെയാണ് ഞാൻ നിന്റെ കട്ടിലിനരികിൽ നിൽക്കുന്നത്. ഇന്ന് രാവിലെയും പതിവ് പോലെ ഞാൻ നിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശകാരിച്ചു. സ്കൂളിൽ പോകാൻ നേരം ഡ്രസ്സ് ചെയ്യുമ്പോൾ ടവലെടുത്ത് ഷൂസ് തുടച്ചതിന്, പലതും വാരിവലിച്ചിട്ടതിന്, ഭക്ഷണം വിഴുങ്ങിയതിന്, താടിക്ക് കൈയും കൊടുത്തിരുന്നതിന്, സ്കൂളിൽ പോകാൻ നേരം എന്നോട് ബൈ പറയാൻ നേരം പോലും ഉടുപ്പ് നേരെ ഇട്ട് പോടാ എന്ന് ഞാൻ ആക്രോശിക്കുകയായിരുന്നു. സ്കൂൾ വിട്ടുവന്ന് കൂട്ടുകാരുമായി കളിക്കാൻ പോയപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ ശകാരിച്ചു, അതും നിസാര കാര്യത്തിന്. ഇങ്ങനെ എണ്ണി പറയാൻ ധാരാളമുണ്ട്. കിടക്ക മുമ്പ് നീ എൻ്റെ അടുത്ത് വന്നപ്പോൾ പോലും സ്നേഹത്തോടെ ഒരു വാക്ക് ഞാൻ നിന്നോട് പറഞ്ഞില്ല, നിന്നെ ഒന്ന് ചേർത്ത് പിടിച്ചില്ല. അകത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഐ എം അഫ്രൈഡ്. ഐ ഹാവ് വിഷ്വലൈസ്ഡ് യു ആസ് എ മാൻ. യെറ്റ് ആസ് ഐ സീ യു നൗ, സൺ, ക്രംബിൾഡ് ആൻഡ് വെയറി ഇൻ യുവർ കോട്ട്, I see that you are still a baby. Yesterday you were in your mother's arms, your head on her shoulder. I have asked too much. നോക്കൂ, ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിക്കൂ. അവൾക്ക് എന്തിൻ്റെ കുറവാണ്, എന്തില്ലാഞ്ഞിട്ടാണ്
ഞങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ എന്ന് ആക്രോശിക്കും മുമ്പ് ആലോചിക്കൂ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടോ?